ഹായ്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ബൈപ്പാസ് റോഡിലുള്ള, അതായത് ബൈപ്പാസ് സ്റ്റാർട്ടിംഗ് സ്ഥലത്തുള്ള കിയയുടെ ഷോറൂമിലാണ്. NCS കിയ മോട്ടോഴ്സ്. NCSൻ്റെ നമ്മൾ ടാറ്റയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് NCSൻ്റെ കിയ മോട്ടോഴ്സാണ്. ഇവിടെ കൊല്ലം ബൈപ്പാസ് റോഡിൽ തന്നെയാണ്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ 2 വണ്ടികളാണ് നമ്മുടെ കിയ മോട്ടോഴ്സിനുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർണിവൽ ലിമോസിനും അതേപോലെ തന്നെ നമ്മുടെ കിയ സെൽട്ടോസുമാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് 2 എപ്പിസോഡായിട്ടായിരിക്കും 2 വണ്ടികളുടെ റിവ്യൂ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെൽട്ടോസിൻ്റെ വിശേഷങ്ങളാണ്. ഒരുപാട് ഫങ്ഷൻസും അതേപോലെ തന്നെ ഒരുപാട് പ്രീമിയം ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായതുകൊണ്ട്, കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ഒരു ബ്രാൻഡാണ് സെൽട്ടോസ്. അപ്പം കൂടുതൽ ആ ഒരു ബ്രാൻഡിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടാനാണ് നമുക്ക് ഷോറൂമിൻ്റെ അകത്തോട്ട് പോകാം. നമ്മുടെ ഷോറൂമിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൗഫലുണ്ട്. അപ്പോൾ നൗഫൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. നമുക്ക് നേരെ ഷോറൂമിൻ്റെ അകത്തേക്ക് പോകാം. അപ്പം നമ്മുടെ ഷോറൂമിൽ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് പരിചയപ്പെടാൻ പോണത്, ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം, നമ്മുടെ സെയിൽസിലല്ലേ? അതെ, നമ്മുടെ സെയിൽസ് മാനേജറാണോ? അല്ല, ഞാൻ ഇവിടുത്തെ KEC ആണ്, കീ എക്സ്പീരിയൻസ് കൺസൾട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം നമ്മുടെ സെയിൽസിലുള്ള നൗഫലാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ കിയ മോട്ടോഴ്സിൻ്റെ സെൽട്ടോസ് എന്ന് പറയുന്ന വണ്ടി നമുക്ക് പരിചയപ്പെടാം. സെൽട്ടോസ് എന്ന് പറയുമ്പോൾ ഇത് GT ലൈൻ ആണല്ലേ? അതെ, GT ലൈനാണ്. ഓക്കെ, ഒന്ന് മൈക്കൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതിപ്പം BS6 അല്ലേ വരുന്നത്? അതെ, ഇത് BS6ലാണ് നമുക്ക് വരുന്നത്. നമുക്ക് കിയ സെൽട്ടോസ് 2019 ലോഞ്ച് ചെയ്തത് തന്നെ BS6ലാണ്. അതെ. ഓക്കെ. പിന്നെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? നമുക്ക് ആക്ച്വലി 9 മന്ത്സ് കഴിഞ്ഞു. 10 മന്ത്സ് ആയി. ഇപ്പോൾ 10 മന്ത്സ് ആയില്ലേ? നമ്മുടെ ഇപ്പോൾ ഈ കിയ മോട്ടോഴ്സിൽ വെച്ചിട്ട് സെൽട്ടോസ് ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലും കാര്യങ്ങളും വരുന്നത്? അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ്ലി വന്ന റിപ്പോർട്ടിൽ ഇന്ത്യയിൽ വിത്തിൻ 1 ഇയറിൽ ഷോർട്ട് ടൈമിൽ 90,000 വെഹിക്കിൾസ് ഓൾറെഡി റീറ്റെയിൽ ചെയ്തു കിയ മോട്ടോഴ്സ്. റെക്കോർഡ് സെയിലാണ്. ഓക്കെ. അപ്പം അതേപോലെ തന്നെ ഇതെന്തോ നമ്മുടെ ഈ ഒരു നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് വരുന്നത് ടൈഗർ നോസ് ഗ്രില്ല് എന്ന് പറയും. കിയയുടെ പേറ്റന്റ് ഗ്രില്ലാണ്. കിയയുടെ എല്ലാ വെഹിക്കിൾസിലും വരുന്നത് ടൈഗർ നോസ് ഗ്രില്ലായിരിക്കും. അതെ. അതേപോലെ തന്നെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് കാരണം ഇതിൽ ഫ്രണ്ട് ക്യാം ആണ്. ആക്ച്വലി ഈ വണ്ടി GT ലൈൻ എന്ന് പറയുന്ന വണ്ടിയുടെ ടോപ്പ് എൻഡിൽ നമുക്ക് 360 ഡിഗ്രി ക്യാം അവൈലബിൾ ആണ്. ഇത് 360 അല്ലേ? അതെ. ഇത് ഫ്രണ്ട് ക്യാം ആണ്. നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മിററിൽ വരുന്നുണ്ട്, റിയർ ക്യാമറയും വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഈ ക്രോം പ്ലേറ്റിൽ ഒരു വ്യത്യാസം കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ? അതെ, ഇത് ഫുള്ള് നമുക്ക് ക്രോം ഫിനിഷ് ആണ് വരുന്നത്. ഇത് കുറച്ചൊരു ഡിസൈനായിട്ട് ഒരു പരിക്കൻ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇതിൽ വരുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് ക്രൗൺ ജുവൽ LED ലൈറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഫുൾ LED ലാംപ്സ് ആണ്. ഇത് നമ്മുടെ DRL ആണ്. അതെ, ഇവിടം വരെ നമുക്ക് DRL ആണ് വരുന്നത്. ദെൻ നമുക്ക് ഇവിടം വരെ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഇത് സ്വീപ്പിംഗ് LED ബാർ എന്ന് പറയും. അതായത് DRL എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സ്വീപ്പിംഗ് ലൈറ്റ് ആയിട്ട്. ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് താഴേക്കായിരിക്കും. സോ നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇത് കാണിക്കും നൈറ്റ് ടൈമിൽ. അതെ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് അതെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഐസ് ക്യൂബ് ഡിസൈനിലുള്ള ഫോഗ് ലാമ്പ് ആണ്. നമ്മൾ കാണുമ്പോൾ ഒരു ഐസ് ക്യൂബ് കാണുന്ന ഒരു ഫീലാണ് ആ ഫോഗ് ലാംപ്സ്. അതെ, തീർച്ചയായും നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ LED അല്ലേ? ഫുൾ LED ലൈറ്റ്സ് മാത്രമേ ഇതിലുള്ളൂ. ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും 3 സ്റ്റെപ്പ് ലൈൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് വണ്ടിയിൽ. അതായത് ഈ 3 ലൈനും കത്തും അകത്തുനിന്ന്. അതെ, അകത്തുനിന്നും ഫ്ലോട്ട് ചെയ്യാതെ ചെയ്ത് കത്തുമല്ലേ? പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇൻബിൽറ്റ് ആയിട്ട് സെൻസേഴ്സ് വരുന്നുണ്ട് വണ്ടിയിൽ. ഫ്രണ്ട് ലൈൻ സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ GTയിൽ നമുക്ക് ബമ്പറിൽ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു റെഡ് ലൈൻസ് കാണാം. അത് GT എന്ന് പറയുന്ന ഈ വേരിയൻസിൽ മാത്രം കാണുന്നത്. അതും നമുക്ക് ഈ ഗ്രില്ലിൽ വരുന്ന GT ലൈൻ എന്ന് പറയുന്ന റെഡ് ടാഗിങ് വരുന്നുണ്ട്. അതെ. GT ലൈൻ എന്നുള്ള ഇതാണ്. GT ലൈൻ. അതെ. ഓക്കെ. ഇതിന്റെ ജസ്റ്റ് ഒന്ന് ബോണറ്റും തുറക്കാൻ പറ്റുമോ? അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ ഇത് BS6 ആണ്. ഇതിപ്പോൾ നമ്മൾക്ക് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ എത്ര 1 കൊല്ലം ആവും അല്ലേ? 11 months. ഒരു കൊല്ലത്തിന് അടുപ്പിച്ചാവും. നമുക്ക് ജസ്റ്റ് ഈ എൻജിൻ സൈഡ് ഒന്ന് കാണാം. ഹെവി ആണല്ലേ? അത്രയും വെയിറ്റ് ആണ്. ശരിയാണ്. നല്ല ഒരു ഹെവി
ഇത് നമ്മുടെ എക്സ്റ്റേണൽ ബോഡിയുടെ ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ആക്ച്വലി ഇത് GT ലൈനിലെ ഡീസൽ എഞ്ചിനാണ്. CRD 16 വോൾവ് എന്ന് പറയുന്നത് നമുക്ക് ഡീസൽ എഞ്ചിനാണ്. GTയിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രം നമുക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ വരുന്നുണ്ട്. ഒരൊറ്റ മോഡലിൽ മാത്രം GTX പ്ലസ് ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിൽ നമുക്ക് വന്നിട്ട് 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതെ, 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്റർ എഞ്ചിനിൽ നമുക്ക് 250 Nm ടോർക്കും 115 PS പവറും വരുന്നുണ്ട് വണ്ടിക്ക്. സോ വണ്ടി നല്ല പവർഫുള്ളാണ്. ഇനിഷ്യലി 115 അതെ 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 ലിറ്ററിൽ ഈ 250 Nm ടോർക്ക് വരുന്നുണ്ട്. സോ ഇനിഷ്യലി നമുക്ക് വണ്ടിക്ക് നല്ലൊരു പിക്കപ്പ് കിട്ടും, അത്രയും ടോക്ക് ഉണ്ടായതുകൊണ്ട്. അത് മാത്രമല്ല നമുക്ക് പവറിലേക്ക് വരുമ്പം ഹൈ എൻഡ് RPMലേക്ക് വരുമ്പം 115 PS പവറും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വണ്ടി 6 സ്പീഡാണ്. 6 സ്പീഡ് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. ഓട്ടോമാറ്റിക് 80 ആണ് വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ആണ് വരുന്നത്. അതെ അതെ. നമ്മുടെ ഡീസൽ വേർഷൻ മാനുവൽ ഇറങ്ങുന്നുണ്ടോ? ഡീസൽ വേർഷനിൽ നമുക്ക് ആക്ച്വലി GTയിൽ മാനുവൽ ഇല്ല. നമുക്ക് ഡീസലിൻ്റെ ഹൈ എൻഡിൽ ടെക് ലൈനിൽ മാനുവൽ വരുന്നുണ്ട്. നമുക്ക് രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ടെക് ലൈനും GT ലൈനും. പ്രൈസിൽ കൂടി നിൽക്കുന്നത് നമ്മുടെ ടെക് ലൈൻ ആണോ? അല്ല, GT ലൈനാണ്. കുറവാണ്. അതെ അതെ. ഇതിപ്പോൾ ഡീസൽ ഇതിപ്പോൾ ഓൺ റോഡ് എങ്ങനെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം 21 ആ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരും. അതെ. മറ്റേ നമ്മുടെ ഓട്ടോ ലൈൻ ആകുമ്പോഴത്തേക്കോ? ടെക് ലൈനിൽ ഓട്ടോമാറ്റിക് ആകുമ്പം 20 lakhs വരുന്നുണ്ട് പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് 20 lakhs വരും. അതെ. ഓക്കെ. അപ്പോൾ ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ വേറെ പ്രധാന ഫീച്ചേഴ്സ് ഇല്ല, ഫ്രണ്ടിൽ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ വണ്ടിയുടെ ഒരു ഏറ്റവും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ബോഡി സ്ട്രക്ചറാണ്. ഈ വണ്ടിയിൽ നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ബോഡിയിൽ ബോണറ്റ് ക്യാരി ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് മനസ്സിലായി. നമുക്ക് ഇൻറ്റേർണൽ ബോഡിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 73% അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് ആൻഡ് സ്റ്റീൽ സ്ട്രക്ചറാണ് ഈ വണ്ടിയിൽ. അതെ. സോ നമുക്ക് വണ്ടി അത്രയും ഇൻറ്റേർണൽ ബോഡി എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്. അത് മാത്രമല്ല ഇതിൽ നമുക്ക് ഫ്രണ്ട് വരെയും C-ചാനൽ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. സോ നമുക്കിവിടെ കാണാൻ പറ്റും ആ റെഡ് ലൈനിൽ കണ്ടോ. അതെന്ന് പറയുന്നത് നമുക്ക് ഫുള്ളി റൗണ്ട് ചെയ്ത് ആ സൈഡിലും പോകുന്നുണ്ട്. ഒരു C-ചാനൽ പില്ലറാണ്. സോ അത് മാത്രമല്ല ഇതെന്ന് പറയുന്നത് ഒരു ഓട്ടോ ഡ്രോപ്പിംഗ് എഞ്ചിനാണ്. ഇപ്പോൾ ഒരു വലിയൊരു ഇമ്പാക്റ്റ്, ഹെവി ഇമ്പാക്റ്റ് വണ്ടിയിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും വണ്ടി മാക്സിമം ഈ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അകത്തേക്ക് പോവില്ല. എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഡ്രോപ്പ് ആവും. ക്യാബിനകത്തേക്ക് വന്നിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല. അത് മാത്രമല്ല സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വീൽ ഡിസ്ക് ബ്രേക്കാണ്. ABS. അതെ, 4 വീലും ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇതിൽ 17 ഇഞ്ച് ടയറാണ് വരുന്നത്. ഈ അലോയ്സ് GTയിൽ മാത്രം വരുന്ന അലോയ്സാണ്. ഈ അലോയ്സിൻ്റെ പേര് ക്രിസ്റ്റൽ കട്ട് അലോയ്സ് ആണ്. അതെ, 5 സ്പോക്ക് വരുന്ന ക്രിസ്റ്റൽ കട്ട് അലോയ്സ് ആണ്. ഇതിൽ നമുക്ക് ബ്രേക്ക് കാലിപ്പർ റെഡ് കളറിൽ കാണാം. അത് GTയിൽ മാത്രമാണ് ഈ റെഡ് കളറിൽ കാലിപ്പർ വരുന്നത് നമുക്ക്. അതെ. ഇവിടെ ഈ ഓട്ടോ എന്ന് ക്യാപ്ഷൻ ചെയ്തിരിക്കുന്നത് ഡീസൽ വണ്ടി ആയതുകൊണ്ടാണ് ഓട്ടോ എന്ന് ക്യാപ്ഷൻ ചെയ്തേക്കുന്നത്. ഇതിൽ GTയുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ GTയുടെ പെട്രോൾ എഞ്ചിനാണ്. 1.4 ലിറ്റർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് GTയിൽ വരുന്നത്. അതിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 242 Nm ടോർക്കും 140 PS പവറുമാണ്. കമ്പനി പറയുന്നത് 9 സെക്കൻഡ്സിൽ വണ്ടി 100 സ്പീഡ് അച്ചീവ് ചെയ്യുന്നതാണ്. 0 to 100 9 സെക്കൻഡ്സ്. സോ അതിൽ നമുക്ക് 2 ഗിയർ ഷിഫ്റ്റിങ്സ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്, മാനുവൽ ഗിയർ ബോക്സ് വരുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് DCT ആണ്. DCT മീൻസ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. സോ നമുക്ക് GT ഇവിടെ നമുക്ക് പല വണ്ടിയിലും DST എന്നുള്ളൊരു ഗിയർ നെയിമിലും അത് വരുന്നുണ്ട്. അറ്റ് ദ ടൈം ഓഡ് ഗിയറിന് ഒരു ക്ലച്ചാണ്, ഈവൻ ഗിയറിന് മറ്റൊരു ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത്. സോ മൈന്യൂട്ട് സെക്കൻഡ്സിൽ നമുക്ക് അതിൽ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും. സോ വണ്ടിക്ക് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല പവർഫുള്ളായിരിക്കും. ഗിയർ ഷിഫ്റ്റിംഗ് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഡീസൽ ആണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്നത് 18.9 ആണ്. നമുക്ക് കസ്റ്റമർ റിവ്യൂസ് എന്ന് പറയുന്നത് 17.5, 17, 18 ആ റേഞ്ചിൽ തന്നെ ഓട്ടോമാറ്റിക്കിന് കിട്ടുന്നുണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ. നമ്മളെ സിറ്റി ഡ്രൈവിൽ തന്നെ ആവറേജ് നമുക്കൊരു 16 മൈലേജ് എന്തായാലും കിട്ടിയിരിക്കും വണ്ടിയിൽ. അതെ അതെ. ഡീസലിൽ ഈസിലി സിംപ്ലി കിട്ടും. മാനുവൽ ആണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്നത് 22 ആണ്. കസ്റ്റമർ റിവ്യൂ 2019 ആണ് ഡീസലിൽ. പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് DCTയിൽ നല്ല മൈലേജ്, മാനുവലിൽ നമുക്കൊരു 15 മൈലേജാണ് പറയുന്നത് GTയിൽ പെട്രോളിൽ. പക്ഷേ അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു 17 വരെ മൈലേജ് കിട്ടും. അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഡ്രൈവിംഗ് ആസ്പെക്റ്റ് അനുസരിച്ചിരിക്കും. ഈ ഒരു
സെപ്പറേറ്റ് ഇവിടെ ഒരു GT അതെ അതെ, ഇത് സൈഡിൽ നമുക്കിവിടെ റെഡ് ലൈൻ വന്നിരിക്കുന്നത് GT-യിലാണ്. ഇത് GT-യുടെ പ്രത്യേകതയാണ്. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെയാണ്? ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വന്നിട്ട് 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 190 mm അതെ അതെ. ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട് അല്ലേ? അതുകൂടാണ്ട് നമുക്കെന്ന് പറയുന്നത് ഈ മിററിൻ്റെ താഴെ ഒരു ക്യാമറ കാണാം. അത് നമ്മൾ ഈ റൈറ്റ് സൈഡിലെ വ്യൂ ക്യാമാണ്, ബ്ലൈൻഡ് സ്പോട്ട് ക്യാമാണ്. പുറത്തുള്ള ഈ എക്സ്റ്റീരിയർ ക്യാമറ എല്ലാം 360 ആണ്. അതെ അതെ, 360 വ്യൂ ആണ്. അതായത് 360 വ്യൂവിൽ നമുക്ക് ഈഗിൾ ഐ വ്യൂവും വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എല്ലാ ക്യാമറയും വർക്ക് ചെയ്ത് വണ്ടിയെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈഗിൾ ഐ വ്യൂ തരും വണ്ടിയിൽ. പിന്നെ നമുക്ക് അതെ അതെ, ഇത് ഇൻഡിക്കേറ്റർ ആണ്. LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത് മിററിൽ. ഇല്ല, ഫ്ലോട്ടിംഗ് അല്ല. അല്ല, നമുക്ക് റൂഫ് റെയിൽ വരുന്നുണ്ട് വണ്ടിയിൽ, ഇൻബിൽറ്റ് റൂഫ് റെയിൽ വരുന്നുണ്ട്. അല്ലല്ല, ഇതെല്ലാം ഇൻബിൽറ്റ് ആണ് വരുന്നത്. അതെ, നമുക്ക് ഈ സൈഡിൽ ഫുള്ള് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. സോ ഒരു അട്രാക്ഷന് വേണ്ടി ഫുള്ളി ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോസ് എന്ന് പറയുന്ന ഒരു പഞ്ചിങ് ഉണ്ട്. സോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് സിസ്റ്റം ബോസിൻ്റെ ആണ്. അതെ, അത്യാവശ്യം നല്ല വലിയ കൂടിയ കമ്പനിയല്ലേ? അതെ, ബോസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ടോപ്പ് നമ്പർ 1 കമ്പനിയാണ് ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം. ഇതിൽ നമുക്ക് ടോട്ടൽ 8 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 7.1 മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. നമുക്ക് കാണാം. അതെ അതെ, പിന്നെ അതേപോലെ തന്നെ ബാക്കിലും അതേപോലെ തന്നെ ഒരു ഇത് 5 സ്പോക്ക് ആണല്ലോ വരുന്നത്. അതെ അതെ, 5 സ്പോക്ക് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ്. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇറങ്ങിയ പിന്നെ മോഡലുമായിട്ട് പിന്നെ വ്യത്യാസം വരുന്നുണ്ടോ ഇതിനകത്ത്? അതെ, നമുക്കിപ്പം ജൂൺ 1 മുതൽ മൈ 20 എന്ന് പറയുന്നൊരു വെഹിക്കിളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മൈ 20 എന്ന് പറയുന്നൊരു മോഡലിലാണ് വരുന്നത്. സോ വണ്ടിയിൽ വലിയ GT-യിൽ വരുമ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ബട്ട് നമുക്ക് ഇൻറ്റീരിയർ വരുമ്പം ഫുള്ളി ബ്ലാക്ക് ആവും. അതെ, പിന്നെ നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റ്സ് എന്ന് പറയുന്നത് പാനിക് ബ്രേക്ക് ലൈറ്റ് എന്ന് പറയും. സോ നമ്മളൊരു 55 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിം ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. ആ, പിന്നെ നമുക്ക് റിയറിൽ വൈപ്പർ വരുന്നുണ്ട്, വാഷർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറ വരുന്ന ഇവിടാണ്. സോ ഇതെന്ന് പറയുന്നൊരു വൈഡ് ആംഗിൾ വ്യൂ ക്യാമറയാണ്. നമുക്ക് ഈ ബ്ലാക്ക് സ്പോട്ട് മുതൽ ഫുള്ളി ഉള്ളൊരു വൈഡ് ആംഗിൾ വ്യൂ നമുക്ക് കിട്ടും. അതെ അതെ, അറിയാൻ പറ്റും. അതുമാത്രമല്ല റിയറിൽ ഇൻബിൽറ്റ് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് വണ്ടിയിൽ. ബാക്കിൽ 4 സെൻസേഴ്സ് വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഡ്യുവൽ മഫ്ലർ ഡിസൈനാണ്. ഒരു ഡ്യുവൽ മഫ്ലർ വരുന്ന രീതിയിൽ നമുക്ക് റിയറിൽ ബമ്പറിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. റിയറിൽ നമുക്ക് ആ GT-യുടെ ലൈൻസ്, റെഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അതെ അതെ, ക്രോം ഫിനിഷ്. അതെ അതെ, ബാഡ്ജിങ് ആ ക്രോം ഫിനിഷിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു UVO പവർ ടു കണക്റ്റ് എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റി കാണാം. ആക്ച്വലി ഇതെന്ന് പറയുന്നത് അതെ നമ്മുടെ കിയയുടെ ആപ്ലിക്കേഷനാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ മൊബൈൽ ഫോണും വണ്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കയറി നോക്കാം. അതെ, കീലെസ് എൻട്രി ആണ്, സ്മാർട്ട് കീ ഓപ്പണിംഗ് ആണ് വണ്ടി വരുന്നത്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ ഡ്രൈവർ സീറ്റ് വന്നിട്ട് ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമുക്ക് 8 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പം ഫ്രണ്ടിലേക്ക് മൂവിങ്, റിയർ അപ്പ്, ഹൈറ്റ് അപ്പ് ചെയ്യാം, ഹൈറ്റ് ഡൗൺ ചെയ്യാം. അതെ അതെ, നമുക്ക് നമ്മൾ ഈ തൈ സപ്പോർട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഇപ്പോൾ ബാക്ക് സപ്പോർട്ടാണ് വേണ്ടുള്ളെങ്കിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാം. സോ ഇത് ബാക്ക് റെസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സോ അങ്ങനെ 8 വേ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്. അതെ, ആ നമുക്ക് ഇത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഇത് കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഓഫ് എന്ന് കാണിച്ചിരിക്കുന്നത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നതാണ്. സോ ഇത് HUD എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വണ്ടിയിലൊരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇല്ലുമിനേഷൻ കൺട്രോളാണ്. അതായത് നമ്മളെ ബ്രൈറ്റ്നെസ്, ക്ലസ്റ്റർ ഡിസ്പ്ലേയുടെയും നമ്മളെ ടച്ച് സ്ക്രീനിൻ്റെയൊക്കെ ബ്രൈറ്റ്നെസ്. അതെ, ഇത് നമ്മൾ ലൈറ്റിംഗ് കൺട്രോൾസ് ആണ്. അതെ, നമുക്ക് ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ കുറച്ച് നല്ല സിസ്റ്റം ചെക്ക് കാര്യങ്ങൾ അങ്ങനത്തെ നല്ലൊരു ഡിസ്പ്ലേ തെളിഞ്ഞു വരുന്നത്. വണ്ടി സ്റ്റാർട്ടായി. അതെ, ഇപ്പോൾ ഡോർസ് ഓപ്പൺസ് ആണ്, ഡോർ ഓപ്പൺ ആണ്. അതാണ് ഡോർ ഓപ്പണിങ് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഡോറാണ് ഓപ്പൺ ചെയ്തേക്കുന്നതെന്ന് അതിൽ കാണിക്കും ആ ഡിസ്പ്ലേയിൽ. അതെ, നമ്മുടെ സ്റ്റിയറിംഗിൽ വരുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം ആണല്ലേ? നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുമ്പം നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് ടിൽറ്റബിളും ആണ്,
ടെലിസ്കോപ്പിക്കുമാണ് സ്റ്റിയറിംഗ് വരുന്നത്. റീച്ച് ചെയ്യാനും പറ്റും അല്ലേ? അതെ അതെ. ഇത് ഫുള്ളി ലെതർ ഫിനിഷാണ് വണ്ടിയിൽ വരുന്നത്. ഫുള്ളി ഒരു ലെതർ ഫിനിഷായിട്ട് വരുന്നുണ്ട്. നമുക്കിതിൽ കുറച്ച് ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. സോ ഇതിപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേയിലേക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം നോർമൽ മോഡാണ്, അത് എക്കണമി മോഡിലേക്ക് നമുക്ക് മാറ്റും തോറും ആ ഡിസ്പ്ലേയിൽ ഭയങ്കരമായൊരു തീം ചേഞ്ച് വരും. ഇപ്പോൾ എക്കണമിയിലായപ്പോൾ ഒരു ഗ്രീൻ കളറായില്ലേ, അത് നോർമലിലാണെങ്കിൽ ഒരു ബ്ലൂയിലേക്ക് മാറും. ടോട്ടലി ഇതിപ്പോൾ ഞാൻ അത് സ്പോട്ടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഫുള്ളി ഒരു റെഡും വിത്ത് ഇത് അത് നമ്മൾ ആക്സിലറേഷൻ അനുസരിച്ച് ഫുള്ളി സ്പോട്ടിൽ റെഡ് ആയിക്കൊണ്ടിരിക്കും. അതെ. പിന്നെ നമുക്ക് 3 മോഡ്സും കൂടെ, ഡ്രൈവിംഗ് മോഡ്സും കൂടെ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്നോ ആണ്, സ്നോ ഓർ വെറ്റ്. അതെ. അടുത്തതെന്ന് പറയുന്നത് മഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സാൻഡാണ്. അതെ. ഇത്ര നമുക്ക് 6 ടൈപ്സ് ഓഫ് ഡ്രൈവിംഗ് മോഡ്സ് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അതെ. അതായത് നമുക്ക് ഏത് ടെറൈനിലൂടെ വേണമെന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കാന്ന് അർത്ഥം. തീർച്ചയായും. ഇത് നമുക്ക് നമ്മുടെ ഈ അനലോഗ് ക്ലസ്റ്റർ ഒരു ഇത് എത്ര 7 ഇഞ്ച് ആണോ? ഇത് 7 ഇഞ്ചിൻ്റെ കളർ ക്ലസ്റ്റർ ഡിസ്പ്ലേ ആണ്. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിസിബിൾ ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ ഇത് ഞാൻ പറഞ്ഞില്ലേ 360 ഡിഗ്രി ക്യാമറയാണ്. ഇപ്പം ഞാൻ വണ്ടി ഡ്രൈവിങ്ങിൽ പോകുമ്പം ഞാൻ എക്സാമ്പിൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിൽ ഫുള്ള് ആ മിററിൽ നിന്നുള്ള ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ ഫുള്ള് എനിക്ക് റൈറ്റിൽ കിട്ടും. റൈറ്റ് സൈഡിൽ ആ വണ്ടി കിടക്കുന്നുണ്ടോ? അതാ ഈ കിടക്കുന്ന വണ്ടി നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിലൂടെ കാണാവുന്ന. ലെഫ്റ്റ് സൈഡ് എന്നിട്ടാ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് കണ്ടോ നമ്മുടെ ലിമോസിൻ കിടക്കുന്ന അത് നമുക്ക് ഇതിനകത്ത് കാണാം. അതെ. ഓക്കെ. പിന്നെ നമുക്ക് ഡോർ ഓപ്പണിങ്സ്, ബൂട്ട് ഓപ്പണിങ്സ്, ഏത് ഡോറാണ് ഓപ്പൺ, കാര്യങ്ങൾ എല്ലാം ഇതിൽ വരും. എല്ലാ കാര്യങ്ങളും വരും. കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൽ നമുക്ക് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് സെറ്റിങ്സ് കാണാം. ഇതെന്ന് പറയുന്നത് ഒന്ന് ക്രൂയിസ് കൺട്രോളാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നമ്മൾ 50 കിലോമീറ്റർ എബോയിൽ ക്രൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫ്രം 30 കിലോമീറ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്രൂയിസ് സെറ്റ് ചെയ്യാം. അതെ. പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് ഫുള്ളി ക്ലസ്റ്റർ ഡിസ്പ്ലേയുടെ സെറ്റിങ്സ് ആണ്. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫ്യൂൽ എക്കണമി റേഞ്ച് കാണിക്കും. അതേപോലെ തന്നെ അക്യുമുലേറ്റഡ് ഇൻഫോ, എത്ര മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്തു, എത്ര മൈലേജ് കിട്ടി, അതെല്ലാ ഡീറ്റെയിൽസും ഇതിൽ കിട്ടും നമുക്ക്. അതുകൂടാണ്ട് നമുക്കിതിൽ ഗൈറോസ്കോപ്പ് ഉണ്ട്. അതെ. ഇപ്പോൾ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എല്ലാം കാണിക്കും. അതെ, ഡയറക്ഷൻസ് എല്ലാം കാണിക്കും. പിന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട്. 4 വീലിൻ്റെ ടയറിൻ്റെ പ്രഷർ ഇതിൽ മോണിറ്റർ ചെയ്ത് കാണിക്കും. അതെ. ഹെഡ് ഡിസ്പ്ലേയുടെ ഇത് ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ ഇതൊരു HUD എന്ന് പറയുന്നൊരു ബട്ടണാണ്. ഇപ്പം നമുക്ക് നോർമലി ഇവിടാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കൺസോൾ ക്ലോസ് ആണ്. ഞാൻ ഇപ്പോൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് അവിടെ ഒരു പേപ്പർലെസ് ഗ്ലാസ് ഡിസ്പ്ലേ വരും. ജസ്റ്റ് അത് എനിക്ക് ഡ്രൈവറിനായിരിക്കും അതിൻ്റെ ആക്സസ് വരുന്നത്. അതെ. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഒരു ഐയുടെ വ്യൂവിൽ ക്യാമറ വെച്ച് നോക്കിയാലൊന്ന് കാണാൻ പറ്റും. അത് ഈ ഒരു വ്യൂവിൽ ഒന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് 0 കിലോമീറ്റർ എന്ന് കാണിച്ചേക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് അതെ അതെ റണ്ണിങ്ങിനനുസരിച്ച് കാണാം. ഇത് ഇവിടെ അല്ല കാണുന്നത്, നമുക്ക് റോഡിൽ കാണുന്ന ഒരു ഫീലാണ് പെർഫെക്റ്റ്ലി. ഇത് കിലോമീറ്റർ അപ് ടു പോകും തോറും നമുക്ക് ആ കിലോമീറ്റർ കാണിക്കും. വേറെ ആർക്കും കാണാൻ പറ്റില്ല, ഡ്രൈവറിന് മാത്രമായിരിക്കും ആക്സ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഡ്രൈവറിന് മാത്രമേ ഈ സംഭവം കാണാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ വണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കിലോമീറ്റർ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇല്ല അല്ല, അതിൽ നമുക്ക് മാപ്പിന്റെ ഡൈവർഷൻസ് കൊണ്ടുവരാം. ഇപ്പം നമുക്ക് സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്താൽ ഇപ്പം 60 കിലോമീറ്റർ സ്പീഡിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രൂയിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് വരും. എല്ലാ കാര്യങ്ങളും അതിൽ വരും. ഇപ്പം മാപ്പ് അതെ 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 അതെ. ഇപ്പം മാപ്പ് എക്സാമ്പിൾ അതെ അതെ അതെ. ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു നാവിഗേഷൻ സെറ്റ് ചെയ്യാണ്. നാവിഗേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നാവിഗേഷൻ സെറ്റ് ചെയ്ത് തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഡിസ്റ്റൻസിലേക്കുള്ള നാവിഗേഷൻ സെറ്റ് ചെയ്തു. അങ്ങോട്ടൊരു ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ അതെ. ഇപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഡയറക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ വരും. കാണുന്നുണ്ടോ? ആ ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ കണ്ടോ? 3.4 കിലോമീറ്റർ കാണിക്കുന്നുണ്ടോ ഇവിടെ ആയിട്ടല്ലേ? അതെ അതെ അതെ. വളരെ മൈന്യൂട്ടായിട്ടാണ്. ഇത് ആ ഒരു ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് കണ്ണുകൊണ്ട് നല്ല വിസിബിൾ ആയിട്ട് കാണാതെ കണ്ടോ? 3.8 അത് ഡൈവർഷൻസ് കാര്യങ്ങൾ എല്ലാം അതിൽ കാണിക്കും. കണ്ടോ? ഡൈവേർഷൻസ് എല്ലാം കാണിക്കും. ഇത് ഡ്രൈവറിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സൈഡിലോട്ടൊന്ന് നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റുമോ? ഇഫ് നമുക്ക് ബാക്കിലിരുന്നാലും കാണാൻ പറ്റില്ല, ഡ്രൈവറിന് ഓൺലി. ഇഫ് നമുക്ക് എന്തെങ്കിലും
ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. സോ ആ ഗ്ലാസ് അടിയിലേക്ക് പോയിട്ട് ക്ലോസ് ആയിക്കോളും. ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല, ഡ്രൈവറിന് മാത്രമാണ് ആക്സ് ചെയ്യാൻ പറ്റുന്നത്. സൈഡിൽ നിന്ന് നോക്കിയിട്ട് എനിക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. അതെ അതെ അതെ, അതൊരിക്കലും കാണാൻ പറ്റില്ല. നമുക്കിതിൽ വരുന്നത് 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ആണ്. എന്ന് പറയുന്ന ഭയങ്കര ഫെദർ ടച്ചാണ്. നമ്മളൊരു മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന കണക്ക് ആ ഒരു സെയിം യൂസ് ടച്ചാണ് ഇതിൽ വരുന്നത്. ഭയങ്കര ആക്സസിബിളാണ്, ഭയങ്കര ഫാസ്റ്റുമാണ്. അതെ, ഇത് നമുക്ക് ബോസിൻ്റെ ആണ് ഓഡിയോ സിസ്റ്റം വരുന്നത്. ഇതിൽ നമുക്ക് FM വരുന്നുണ്ട്, AM വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, USB കണക്ടിവിറ്റി വരുന്നുണ്ട്. അതെ, പിന്നെ നമുക്ക് ഇതിൽ വണ്ടിയിൽ കുറച്ച് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇതിലൊരു സൗണ്ട് മൂഡ് ലൈറ്റിങ്സ് വരുന്നുണ്ട്. ഇതാണിപ്പോൾ ഈ സൗണ്ട് മൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിലെന്ന് പറയുന്നത് നമുക്ക് 8 കളേഴ്സ് ഓഫ് ലൈറ്റ്, അതായത് നമുക്ക് ഫ്രണ്ടിലെ ഈ സ്പീക്കർ ഗ്രില്ലിലും ഡ്രൈവർ ഡോറിലെ സ്പീക്കർ ഗ്രില്ലിലും ഒരു സ്പീക്കർ ഗ്രില്ലിൻ്റെ ഡിസൈൻ തന്നെ ഒരു വെറൈറ്റിയാണ്. സോ ലെഫ്റ്റിലെ സ്പീക്കർ ഗ്രില്ലിലും 8 കളേഴ്സ് ഓഫ് ലൈറ്റ് പ്ലേസ്ഡ് ആണ്. ഇല്ല, ഇപ്പം ലൈറ്റ്സ് ഇത് ഡോർ ഫുള്ള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്സ് ഓൺ ആവത്തുള്ളൂ. അത് മ്യൂസിക് ഓൺ ആകുമ്പോൾ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം. ഇപ്പോൾ ഒരു സിംഗിൾ കളർ മതിയെങ്കിൽ നമുക്ക് ഗ്ലോ ഓൺലി ഇട്ടിട്ട് 8 ടൈപ്സ് ഓഫ് സിംഗിൾ കളേഴ്സ് ഉണ്ട് ഇതിൽ. കണ്ടോ, ഇപ്പം നമുക്ക് കുറച്ച് തീമായിട്ടുള്ള, അതായത് മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 6 ടൈപ്സ് ഓഫ് കളർ തീംസും ഉണ്ട്. അതായത് ഇപ്പോൾ പാർട്ടി മൂഡ്, ഹേയോ, അങ്ങനെ ട്രാവലിംഗ്, റൊമാൻസ്, അങ്ങനെ പറഞ്ഞാൽ കുറേ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു മൈന്യൂട്ട് സൗണ്ട് പോലും ഈസിലി നമുക്ക് കിട്ടും. ഒരു നൈസ് ഒരു മ്യൂസിക് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്. ഇവിടെയാണ് നമ്മുടെ കളറൊക്കെ ചേഞ്ച് ആവുന്നത്. നൈറ്റ് ഡ്രൈവിൽ ഇതിപ്പം മോർണിംഗ് ടൈം അല്ലേ. ഈ ബട്ടൺ എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റന്റ് ബട്ടൺ ആണ്. സോ ഇത് നമ്മൾ UVO കണക്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് വോയിസ് കമാൻഡ് വഴി കൺട്രോൾ ചെയ്യാം. ഇപ്പം AC ടെമ്പറേച്ചർ ആണെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാനായാലും, ആരെങ്കിലും കോൾ ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ എവിടേക്കെങ്കിലുള്ള ഡയറക്ഷൻ നമുക്ക് മാപ്പിൽ സെറ്റ് ചെയ്യാനായാലും, ഇപ്പോൾ എക്സാമ്പിൾ നാവിഗേറ്റ് ടു കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രൈവ് ടു കൊച്ചി എന്ന് ഞാൻ ഇതിൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മ്യൂസിക് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കൊച്ചിയിലേക്കുള്ള മാപ്പ് ഡയറക്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അത് UVO കണക്റ്റഡ് ആണെങ്കിലേ ഉള്ളൂ. ഇതിപ്പം ഈ വണ്ടി UVO കണക്റ്റഡ് അല്ല. അത് ആപ്ലിക്കേഷൻ ആണോ? നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും ആപ്ലിക്കേഷൻ. നമ്മൾ ഓൾറെഡി മൊബൈലും UVO ആയിട്ട് ഇതിൽ കണക്ട് ചെയ്തേക്കും. കണക്ട് ചെയ്തേക്കുമ്പം ഇവിടെ നമുക്ക് ഒരു UVOയുടെ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ടോ. ഇത് eSIM എംബെഡഡ് ആണ്. ആ ടൈമിൽ കസ്റ്റമർ രജിസ്റ്റർ ചെയ്യുമ്പോഴേ ഇത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഇതിപ്പോ നമ്മളിപ്പോ ഡെലിവറി ഒന്നും കൊടുക്കാത്ത വണ്ടി, പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ചെയ്യാതെ നമ്മൾ ആ ഒരു ഡെലിവറി ടൈമിൽ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുമല്ലേ. അത് ഭയങ്കര വലിയൊരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലേ. അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ വണ്ടിയുടെ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ വീടും വണ്ടിയൊക്കെ അടച്ചു പൂട്ടിയിട്ട് മാസങ്ങളായിട്ട് പുറത്ത് പോണവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആരെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ അവർക്ക് തന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നമുക്ക് NRI കസ്റ്റമേഴ്സ് ഒരുപാട് പേരും ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അത് തീർച്ചയായിട്ടും അങ്ങനെ മറ്റൊരാളുടെ സഹായം അവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. സാധാരണ ഈ AC-യുടെ ഒക്കെ ഇതിനകത്ത് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, പുറത്ത് നിന്നൊക്കെ ഓൺ ചെയ്യാൻ പറ്റുന്ന. പക്ഷെ കാറിനകത്ത് ആദ്യമായിട്ടാണ് അല്ലേ. അത് നമ്മുടെ സെൽട്ടോസിനകത്ത് മാത്രമല്ല വന്നിട്ടുള്ളൂ, ഇന്ത്യൻ കാറുകളിലും നമുക്ക് കാർണിവലിന്റെ ഹൈ എൻഡിലും വരുന്നുണ്ടല്ലേ. നമ്മുടെ കാർണിവൽ ഇതോടെ കിടക്കുന്നുണ്ടോ, അതിന്റെ ഹൈ എൻഡിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് 2 സീറ്റ്സും, അതായത് ഡ്രൈവർ സീറ്റ്സും കോ പാസഞ്ചർ സീറ്റും വെന്റിലേറ്റഡ് AC ആണ്. വെന്റിലേറ്റഡ് AC അല്ലേ. ഓക്കേ. നമുക്ക് 3 സ്റ്റെപ്പിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. 3 സ്റ്റെപ്പിൽ 3 എന്ന് പറയുന്ന ഫാൻ സ്പീഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലേ. ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സിൽ തന്നെ നമുക്ക് ചില്ലായി തുടങ്ങും. റണ്ണിങ് ബാക്ക് വ്യൂ ക്യാമറ കിട്ടും. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഒരു ഡ്രൈവിലാണെന്ന് വെച്ചോ, ഡ്രൈവിലാണെങ്കിൽ എനിക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിയറിലെ വ്യൂ ക്യാമറ വേണമെങ്കിൽ എനിക്കിവിടെ ലൈവായിട്ട് കിട്ടും. റണ്ണിങ്ങിൽ കിട്ടും ക്യാമറ. റൺ ചെയ്യുമ്പം ലൈവായിട്ട് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം. നമുക്ക് റിയർ വ്യൂ ഇത് മിറർ നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ക്യാമറ ഇവിടെ അവൈലബിൾ. സാധാരണ നമ്മുടെ റണ്ണിങ്ങിൽ സാധാരണ എല്ലാം ക്യാമറ കട്ട് ഓഫ് ആണല്ലോ ആവുന്നത്. അതെ, ഇത് റണ്ണിങ്ങിൽ നമുക്ക് ലൈവായിട്ട് കിട്ടും. റിയർ വ്യൂ ക്യാമറ. അത് ഭയങ്കര വലിയൊരു ഫീച്ചർ ആണല്ലോ. പിന്നെ നമുക്ക്
ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്യണം, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് എനിക്ക് ഫ്രണ്ട് താഴെ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട് ക്യാമറ ആക്സ് ചെയ്യാം. ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ്. തറയിൽ എന്ത് കിടന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും താഴെ വരെ ഞാൻ പറഞ്ഞു ഒരു വൈഡ് ആംഗിൾ വ്യൂ ക്യാമറയാണ് ഇത്. കണ്ടോ, ബമ്പറിന്റെ താഴെ നിന്ന് ഫുള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് 360 ഡിഗ്രിയുടെ ഈഗിൾ ഐ വ്യൂ ആണ്. മുകളിൽ നിന്നുള്ള വ്യൂ. അതെ, മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. വണ്ടിയുടെ ഒബ്ജക്റ്റ് ആ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയപ്പോൾ ഫ്രണ്ടിൽ സെൻസർ ഇപ്പം അതായത് ഇപ്പൊ ഇവിടെ ഒരു മരം നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അല്ലേ നമുക്ക്? ഇപ്പൊ ഇതിപ്പോ പില്ലേഴ്സ് കാണുന്നത് പോലെ ഫ്രണ്ടിൽ ആ സെൻസർ വർക്ക് ചെയ്ത. ഇപ്പൊ നടന്നു പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അങ്ങോട്ട് സെൻസർ വർക്ക് ചെയ്തു ഫ്രണ്ടിലെ. ഇതെന്ന് പറയുന്നത് ഈ യെല്ലോ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് അത് തരുന്ന ഒരു, ഇപ്പം നമ്മള് വണ്ടി ലെഫ്റ്റിലേക്ക് വളയ്ക്കാണ്. കണ്ടോ, വണ്ടി എവിടം വരെ പോവും, എങ്ങനെ നിൽക്കും എന്നുള്ള ഫുൾ സപ്പോർട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണിക്കാം. അതായത് തൂണാണ് കാണിക്കുന്നത്. അതെ, ഇതിപ്പോ വണ്ടി എങ്ങനെ വളഞ്ഞു പോകും, ആ തൂണിന്റെ അടുത്ത് വരെ ഇങ്ങനെ വന്ന് നിൽക്കും. സോ ഈ ലെഫ്റ്റ് സൈഡ് എഡ്ജ് നമുക്ക് ഇവിടം വരെ വളഞ്ഞ് കർവ് ചെയ്ത് ഇങ്ങനെ നിൽക്കും വണ്ടി മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ. ഇതിനകത്ത് അസിസ്റ്റന്റ് ആണ്, പാർക്കിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത് പാർക്ക് അസിസ്റ്റന്റ് ഓട്ടോമാറ്റിക് പാർക്ക് അസിസ്റ്റന്റ് ഉണ്ടോ? ഓട്ടോമാറ്റിക് പാർക്ക് അസിസ്റ്റ് അല്ല, മാനുവലി ആണ്. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള, അതായത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മാത്രം മിററിൽ നിന്നുള്ള ടോപ്പ് വ്യൂ ക്യാമറ അല്ലേ? ഫ്രണ്ടിൽ നിന്നുള്ള അതെ, ഫ്രണ്ടിൽ നിന്ന് മാത്രമുള്ള ടോപ്പ് വ്യൂ. ഇത്രയും കാണിക്കുന്ന ഭാഗത്ത് നിന്നുള്ള ടോപ്പ് വ്യൂ. ഇതെന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ മിററിലെയും റൈറ്റ് സൈഡ് മിററിലെയും ബ്ലൈൻഡ് സ്പോട്ടാണ്. അതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണിക്കും. വയർലെസ് ചാർജിങ് പോർട്ട് വരുന്നത്. നമ്മുടെ മൊബൈൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാർണിവലിലും അതേപോലെ തന്നെയല്ലോ. അതെ, കാർണിവലിലും വരുന്നുണ്ട്. ഇത് ജസ്റ്റ് അങ്ങ് അകത്തോട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഫോൺ ചാർജ് ആവുകയും ചെയ്യും. അതെ, പിന്നെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് USB ചാർജിങ് ഔട്ട് വരുന്നുണ്ട്. ഇത് ഡയറക്റ്റ് USB ചാർജിങ് ഔട്ട് ആണ്. ഈ USB എന്ന് പറയുന്നത് നമ്മുടെ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള USB ആണ്. പിന്നെ 12 വോൾട്ടിന്റെ നമുക്ക് സിഗരറ്റ് ലാമ്പ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പവർ പ്ലഗും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു AC എന്ന് പറയുന്നത് ഡാഷ് ഒക്കെ ഇവിടെ ഒരു ലെതറിന്റെ ഫിനിഷ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഫുള്ളി എന്ന് പറയുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ഇത് സെയിം നമുക്ക് യുവോ കണക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്. UVO എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ സെൻറ്ററിലേക്ക് കണക്റ്റ് ആവും. സോ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, എന്തെങ്കിലും ലൊക്കേഷനൊക്കെ ആക്സ് ചെയ്യാനോ, നമ്മൾ നിൽക്കുന്ന IP ഒക്കെ എടുക്കാനാണെങ്കിലും ഈസിലി അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്ന ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻ്റ് ആണ്. നമ്മളെ വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കിയയിലേക്ക് ഷെയർ ആവും. നമുക്ക് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് കിയനെ ടാക്സി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. 100 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് പോവാം. പിന്നെ SOS എന്ന് പറയുന്ന ഫോർ എമർജൻസി യൂസ് ആണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരെയാണ്, എക്സാമ്പിൾ ഒരു പോലീസിൻ്റെ ഹെൽപ്പോ ആംബുലൻസോ ഫയർഫോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത, ഈവൻ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് മൊബൈലോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്താൽ വണ്ടിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കോൾ വെക്കോളും. അത് നമ്മുടെ ഈ കിയോയുടെ കസ്റ്റമർ സർവീസ് റെസ്പോൺസ് ടീമിലോട്ടാണോ പോകുന്നത്? അതെ, അവര് നമുക്ക് എമർജൻസിയിലേക്കാണ് കണക്ട് ചെയ്ത് തരുന്നത്. നമ്മൾ എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ സ്പോട്ടിൽ തന്നെ കണക്ട് ആയിക്കോളും. അതായത് വണ്ടി എവിടെ വീണ് കഴിഞ്ഞാലും നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ആൾ അവിടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവിടെ എത്തും. നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് GT-യിൽ വരുമ്പോൾ നമുക്കിതൊരു ബ്ലാക്ക് ഹാൻഡ് റെസ്റ്റ് വന്നിട്ട് നമുക്ക് റെഡ് ലൈൻ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇൻസൈഡിൽ ഈ വണ്ടിയിൽ GT ആയതുകൊണ്ട് പുള്ളി ഒരു റെഡ് ലൈൻ സ്റ്റിച്ചിങ് തന്നെയാണ് സീറ്റിലായാലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലും നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് വരുന്നത് വണ്ടിയിൽ. നമുക്ക് ഫ്രണ്ടിൽ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നോർമലി വരുന്നത്. നമുക്ക് റിയർ ഒന്ന് നോക്കാം. സൺറൂഫ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ? ഫ്രണ്ടിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. ബാക്കിൽ നിന്നും അത്യാവശ്യം കയറാമെന്ന് തോന്നുന്നില്ലേ? അതെ, ഇത് പാനറമിക് അല്ല, നമുക്കൊരു കുട്ടികൾക്കൊക്കെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം സൺറൂഫ് ഓപ്പണിംഗ്. പിന്നെ ഇവിടെയാണ് നമുക്ക് സൺഗ്ലാസ് ഹോൾഡ് വരുന്നത്. സൺഗ്ലാസും കാര്യങ്ങളും എല്ലാം ഇവിടെ വെക്കാം, നമുക്ക് ഹോൾഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഫുള്ള്
ഇന്റീരിയർ ലൈറ്റ്സ് ഫുൾ LED ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. വൈറ്റ് LED ലൈറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ വല്ലതും വരുന്നുണ്ടോ നമ്മുടെ? ഇവിടെ വാനിറ്റി ഗ്ലാസ് വരുന്നുണ്ടല്ലേ? ഇവിടെ ഒരു വാനിറ്റി ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ല. പിന്നെ ഈ ലൈറ്റിൽ തന്നെ നമുക്ക് ആ ഒരു വെട്ടം ഇങ്ങോട്ട് കിട്ടുമല്ലോ അല്ലേ? തീർച്ചയായും. കാരണം ഇത് LED ആയതുകൊണ്ട് കുറച്ച് നല്ല വെള്ളം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് പിന്നെ പകലാണ് ഇട്ടിരിക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കാണ് ശരിക്കും അതിൻ്റെ ആ വെട്ടവും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മൾ നോക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട് പരിചയപ്പെട്ടു, നമുക്ക് റിയർ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതിൻ്റെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ ഫങ്ഷൻസിൻ്റെ ഒരു 100-ൽ 50% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒരുപാട് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് റിയർ ഒന്ന് നോക്കാം. റിയർ സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ റിയർ ഡോറിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്ലൈൻഡ് കർട്ടൻസ് ആണ്. ഇത് ആക്ച്വലി ഇതിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ബ്ലൈൻഡ് കർട്ടൻസ് ആണ്. ഇഫ് വാണ്ടഡ് നമുക്കിത് യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് റിമൂവ് ചെയ്യാം. അതെ. പിന്നെ റിയറിൽ ഫുള്ളി നമുക്ക് സൈഡിൽ ഫുള്ള് ലെതർ ഫിനിഷാണ് വരുന്നത്. ഡോർ പാഡിലും എല്ലാം ലെതർ ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇവിടെ പവർ വിൻഡോ കൺട്രോൾ, ബാക്കിൽ ബോസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ പഞ്ചിങ് വരുന്നുണ്ട്. ഇല്ല, റിയറിൽ കളേഴ്സ് വരുന്നില്ല. ഫ്രണ്ടിൽ 2 സ്പീക്കർ ഗ്രില്ല് മാത്രമേ വരുന്നുള്ളൂ. അതെ. പിന്നെ നമുക്കിവിടെ ഈസിലി ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുന്നേ ഇതാണ് സിൽ പ്ലേറ്റ്. അതായത് വണ്ടി സെൽറ്റോസ് എന്നുള്ളൊരു എംബ്ലത്തിൽ ഒരു ക്രോം ഫിനിഷിൽ അത് വരുന്നത്. ആക്ച്വലി ഇതിപ്പം ബ്ലൂ കളർന്ന് അതിന് മുകളിൽ വരുന്ന സ്റ്റിക്കറാണ്. അതെ അതെ, ക്രോം ഫിനിഷാണ്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പം ഈസിലി ആക്സിബിൾ ആണ്. ആക്ച്വലി ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. സോ എനിക്ക് റിയറിലേക്ക് വരുമ്പോഴും ഭയങ്കര കംഫർട്ടാണ്. ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് കാല് ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുമ്പോൾ നോർമലി ഇരിക്കുവാണെങ്കിൽ തന്നെ ഇത്രയൊരു സ്പേസ് ഡിഫറൻസ് വരും. സോ പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഒരു ബാഗ് പോലെ റിയറിൽ. പിന്നെ ഈ റിയർ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, റിയർ സീറ്റ് എനിക്ക് 2 സ്റ്റെപ്പിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇതിപ്പം 40 എന്ന് പറയുന്നൊരു മൂഡാണ്. എനിക്ക് നേരെ ഇരുന്ന് സ്ട്രെയിറ്റ് ഇരുന്ന് ട്രാവൽ ചെയ്യാം. ഇപ്പം നമ്മളൊരു ലോങ് റൈഡൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബാക്ക് പെയിന്, കാലിനൊരു പെയിനൊക്കെ ഉണ്ടാവും. സോ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കുറച്ച് റിലാക്സ് ഫ്രീ ആയിട്ട് നമുക്കൊന്ന് മയങ്ങണമെങ്കിലോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഈ സീറ്റ്സ് നമുക്ക് 60ലേക്ക് റിക്ലൈൻ ചെയ്യാം. സോ നമുക്ക് കാല് ഫുള്ളി ഈ സീറ്റിനടിയിലേക്ക് നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ചാരി ഇരുന്ന് സുഖമായി യാത്ര ചെയ്യാം. പിന്നെ നമുക്ക് റിയറിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ റിയറിൽ AC വെൻറ്റ് വരുന്നുണ്ട്. AC വെൻറ്റ്സ് റിയറിലും വരുന്നുണ്ട്. റിയറിൽ നമുക്ക് ഡയറക്റ്റ് USB ചാർജിങ് ഔട്ട് വരുന്നുണ്ട് പോർട്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ മൊബൈൽ ഹോൾഡറാണ്. നമുക്ക് മൊബൈൽ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലേ. പിന്നെ ഇവിടെ അതെ അതെ, ഇവിടെ ചാർജിങ് പോയിന്റ്. അതെ അതെ. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സ്മാർട്ട് പ്യുർ എയർ എന്നാണ്. ഇത് ആക്ച്വലി ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എയർ പ്യൂരിഫയർ ആണ്. വണ്ടിയിൽ 20 മിനിറ്റ്സിൽ വണ്ടിയുടെ അകത്തുള്ള പോയിസൺഡ് ഗ്യാസുകൾ, അൺവാണ്ടഡ് പൊല്യൂഷൻസ് എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് ഫ്രഷ് എയറിൽ ട്രാവൽ ചെയ്യാം. ആക്ച്വലി എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ്. ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് സെൽറ്റോസിലാണ്, സ്മാർട്ട് എയർ പ്യൂരിഫയർ. പിന്നെ നമുക്ക് സെൻറ്ററിലൊരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിപ്പോൾ സീറ്റ് കവറിങ് ആയതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. അതെ അതെ അതെ, തീർച്ചയായും. ഇത് മെയിൻലി നമുക്ക് വണ്ടി എന്ന് പറയുന്നത് ട്രാവലിംഗ് കംഫർട്ട് ആൻഡ് ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഭയങ്കര മറ്റുള്ള വണ്ടികളുടെ പോലെ അല്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ബീം ആക്സിൽ വിത്ത് സ്ട്രക്ക് ഓയിൽ സ്പ്രിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ബീം ആക്സിൽ നമുക്ക് കംഫർട്ട് കൂടും, ട്രാവലിങ്ങിൻ്റെ കംഫർട്ട് കൂടും. വണ്ടിക്ക് ബോഡി റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു XUV സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബോഡി റോൾ കുറഞ്ഞൊരു കാറാണ് SUV സെഗ്മെൻറ്റിൽ. മാത്രമല്ല പുറത്തുനിന്ന് നമുക്ക് ഒരു വലിയ കാറായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഡ്രൈവിങ്ങിൽ വളരെ ഒരു ചെറിയ കാറായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്രയും ലൈറ്റാണ് വണ്ടി. ഈസിലി നമുക്ക് ഏത് സിറ്റി റൈഡിലും ഈസിലി നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ബൂട്ടിലേക്ക് പോകുമ്പോൾ 433 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. 33
433 ലിറ്ററാണ്. അതെ, ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സ്പേഷ്യസ് കാറാണ് ബൂട്ടിൻ്റെ കാര്യത്തിൽ. സീറ്റ് ഫോൾഡബിളും ആണ്. തീർച്ചയായും നമുക്ക് ഇവിടെ വരുന്ന സ്പെയർ വീൽ വരുന്നത് ബാക്കിൽ തന്നെയാണ്. അതെ, ജാക്കി, ലിവർ, മെഡിക്കിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വരും. പിന്നെ നമുക്ക് ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ടാവും. സോ നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ലോങ് ഡ്രൈവ് പോകുന്ന ടൈമിൽ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരുപാട് സ്ഥലം ഉണ്ടാവും. അതെ. പിന്നെ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഇവിടെ ബൂട്ട് ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് വണ്ടിയിൽ. പിന്നെ നമുക്ക് റിയർ സീറ്റിൽ ഐസോഫിക്സ് അവൈലബിൾ ആണ്. കൊച്ചു ചൈൽഡ് സീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അത് സബ് വൂഫറാണ്. ശരിക്കും കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും. നമുക്ക് ആക്ച്വലി സെൽറ്റോസ് എന്ന് പറയുന്ന വണ്ടി 3 എൻജിൻ വേരിയൻസിൽ വരുന്നുണ്ട്. 3 എൻജിൻ ട്രിമിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർമലി പെട്രോൾ എഞ്ചിനാണ്. അത് 1.5 ലിറ്ററിലാണ് വരുന്നത്. 144 Nm ടോർക്കും 115 PS പവറും വരുന്നുണ്ട്. നമുക്ക് പെട്രോൾ വണ്ടി ബേസ് മോഡൽ HT എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 11.8 lakhsലാണ് ഓൺ റോഡ്. 11.8 lakhsൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഹൈ എൻഡ് എന്ന് പറയുന്ന 4ാമത്തെ വേരിയൻ്റ് ആണ് HTX. അതുവരെ നമുക്ക് 16 lakhs വരെയുള്ള 4 വേരിയൻസ് ആണ് പെട്രോളിൽ വരുന്നത്. ദെൻ നമുക്ക് ഡീസൽ എൻജിൻ വരുന്നുണ്ട്. ഡീസൽ എൻജിനിൽ വരുമ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം HT എന്ന് പറയുന്ന വേരിയൻറ്റിൽ തന്നെയാണ്. ബട്ട് നമുക്ക് പ്രൈസിങ് വന്നിട്ട് 12.5 lakhsൽ സ്റ്റാർട്ട് ചെയ്യും ഓൺ റോഡ് പ്രൈസ്. 12.5 lakhs ടു അപ് ടു 19 lakhs വരെ മാനുവൽ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 2 ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഡീസലിൽ. ഒരു മിഡ് വേരിയൻറ്റിലാണ് വരുന്നത്. അത് നമുക്കൊരു 16.2 lakhsൽ 5 lakhsൽ ഓൺ റോഡ് വരും. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. അത് 20 lakhs വരും. പിന്നെ നമുക്ക് GTയിലും വരുന്നുണ്ട്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ വണ്ടിയിലും വരുന്നുണ്ട് ഡീസൽ എഞ്ചിനിൽ. പിന്നെ മൂന്നാമതൊരു എഞ്ചിൻ വരുന്നത് GT എഞ്ചിനാണ്. അത് ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ്. 1.4 ലിറ്ററാണ് വരുന്നത്. അതിൽ വരുമ്പോൾ നല്ല പവർഫുൾ എഞ്ചിനാണ്. നമുക്ക് ടോർക്ക് തന്നെ വരുമ്പോൾ 242 Nm ടോർക്കും 140 PS പവറും വരുന്നുണ്ട് വണ്ടിയിൽ. സോ ഒരു പവർഫുൾ സ്പോർട്ടി വെഹിക്കിളാണ് എന്ന് പറയാം. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം 19 lakhsന് അടുത്ത് വരും ഓൺ റോഡ്. ടോപ്പ് എൻഡ് വരുമ്പം മാനുവലിനൊരു 20 lakhs സംതിങ് വരും. 20.5 വരും. ഓട്ടോമാറ്റിക് ആകുമ്പം DCT ആണ് വരുന്നത്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 21.4 lakhs ഓൺ ദി റോഡ് പ്രൈസ് വരും. ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ NRI കസ്റ്റമേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? നമുക്ക് ഫിനാൻസ് ഓഫർ വന്നിട്ടുണ്ട്. കുറച്ച് നമുക്ക് ആക്ച്വലി ഇപ്പം ഓഫേഴ്സ് ഒന്നും കറൻ്റ്ലി നമുക്ക് അവൈലബിൾ അല്ല. ഇൻ കേസ് എന്തെങ്കിലും ഓഫർ വരികയാണെങ്കിൽ അത് നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. കാരണം വെച്ചാൽ വണ്ടിക്ക് നമുക്ക് സ്ലൈറ്റ്ലി വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ എത്ര സമയം നമുക്ക് വെയിറ്റിംഗ് പീരീഡ്? നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ വെയിറ്റിംഗ് പീരീഡാണ്. GT നിയർലി നമുക്ക് 1 മന്തിനുള്ളിൽ കിട്ടും. അതെ. ഇതിപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലൊക്കെ വരികയാണെന്നുണ്ടെങ്കിലോ? നമുക്ക് വണ്ടിയുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. ബേസ് മോഡലും ഒരു 40 days ഒക്കെ വെയിറ്റിംഗ് പീരീഡ് നോർമലി ഉണ്ട്. നമുക്ക് നോർമലി വരും. നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഈ ബേസ് മോഡൽ ഇപ്പം ഫിനാൻസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ടി വരും നമുക്ക് ആദ്യം? നമുക്ക് കിയയുടെ ഇത് വെച്ചിട്ട് നമുക്ക് ഓൺ റോഡ് 100 വരെയും ലോൺ അവൈലബിൾ ആണ്. അത് ബേസിസ് ഓൺ കസ്റ്റമർ പ്രൊഫൈലാണ്. ഇപ്പം നമുക്കൊരു നോർമൽ കസ്റ്റമറിനൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എക്സ് ഷോറൂമിൻ്റെ 95% ഒക്കെ ചെയ്യാൻ പറ്റും. അതെ. അതായത് വണ്ടി വിലയുടെ ഏകദേശം മൊത്തം എമൗണ്ട് വളരെ തുച്ഛമായ പൈസ, കുറച്ച് റോഡ് ടാക്സും ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒക്കെ മാത്രം 50,000 രൂപയ്ക്കകത്തൊക്കെ വരത്തുള്ളൂ അല്ലേ? ഒരു 1 lakh 1.5 lakh ഒക്കെ വരും ടോട്ടലി എല്ലാം കൂടെ. റോഡ് ടാക്സ് നമുക്ക് 1 lakh വരുന്നുണ്ട്. 1 lakh വരുന്നുണ്ട് അല്ലേ? ഇൻഷുറൻസ് എല്ലാം കൂടെ ചേർത്ത് 1.5 lakh ആ ഒരു റേഞ്ചിൽ വരും. അപ്പം നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കിയ മോട്ടോഴ്സും എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് ടൈപ്പ് ആണ്. സോ നമുക്ക് കിയയ്ക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് ബാങ്ക് ത്രൂ. അതെ, ഇപ്പം മറ്റുള്ളൊരു ബ്രാൻഡിന് കൊടുക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് നല്ല ഓഫറിലായിരിക്കും നമുക്ക് കിയയ്ക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി. പിന്നെ നമുക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് കൊറിയൻ മേക്കേഴ്സ് ആണ്. കിയ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കൊറിയൻ മേക്കേഴ്സ് ആണ്. ഇത് ടോട്ടലി ഒരു ഇന്ത്യൻ മാനുഫാക്ചർഡ് കാറാണ്. ഇന്ത്യയിലാണ് കിയയുടെ പ്ലാന്റ് വരുന്നത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂറാണ്. അതുമാത്രമല്ല കിയയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഏത് ടൈപ്പ് എഞ്ചിനും പെട്രോൾ ആയാലും ഡീസൽ ആയാലും അവർ കൊടുക്കുന്ന വാറൻറ്റി എന്ന് പറയുന്നത് 5 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റിയാണ്.
സോ അതൊരു ഭയങ്കര അട്രാക്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളൊരു ബ്രാൻഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരു ഡീസൽ എഞ്ചിനിൽ ടോട്ടലി ഒരു 60,000 1 lakh വരെ അപ് ടു 1 lakh വരെ നമുക്ക് വാറണ്ടി കിട്ടും. അതിനുശേഷം നമുക്ക് വാറണ്ടി അവൈലബിൾ അല്ല. ഇത് നമ്മൾ എത്ര കിലോമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വാറണ്ടി അവൈലബിൾ ആയിരിക്കും വണ്ടിയിൽ 5 years. അതെ. സർവീസ് പീരീഡ് വന്നിട്ട് നമുക്ക് എവറി 10,000 കിലോമീറ്ററിൽ മാത്രമാണ് സർവീസ് വരുന്നത്. ഓർ പെർ ഇയർ. അതെ, 1 year. പിന്നെ സർവീസ് കോസ്റ്റ് എല്ലാം നമുക്ക് ഭയങ്കര അട്രാക്റ്റീവാണ്. ഒരു നോർമൽ നമ്മളൊരു ഇന്ത്യൻ മാനുഫാക്ചർഡ് കാർ യൂസ് ചെയ്യുന്ന സർവീസ് കോസ്റ്റ് തന്നെ വരുള്ളൂ. ഒരു പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു പെർ ഇയർ നമുക്കൊരു 3,000 rupees to 3,500 rupees നോർമൽ പെട്രോൾ എഞ്ചിൻ നമുക്ക് കൊണ്ടുപോകാം. ഡീസലാണെങ്കിൽ ഒരു 4,000 rupees to 4,500 വരെ പെർ ഇയറിലെ സർവീസ് കോസ്റ്റ്. GT ആണെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരും. അതെ അതെ, ആവുന്നുള്ളൂ. 5 കൊല്ലം വാറണ്ടിയും വരുന്നുണ്ട് വണ്ടിക്ക്. അതായത് വെയർ ആൻഡ് ടയർ ഇല്ല. ഇഫ് എനി ഡാമേജസ് ഉള്ളത് ആ പാർട്സ് ആണെങ്കിൽ വാറണ്ടിയിൽ കവേർഡ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വെയർ ആൻഡ് ടയറിന് നമുക്ക് കിട്ടില്ല. ബാക്കി എല്ലാ പാർട്സും, ഇലക്ട്രിക്കൽ പാർട്സ്, എൻജിൻ പാർട്സ് എല്ലാം നമുക്ക് വാറണ്ടിയിൽ അവൈലബിൾ ആയിരിക്കും. അതെ, ഇത് നമുക്ക് 5 കളറിൽ അവൈലബിൾ ആണ് ഈ വണ്ടി. 5 കളേഴ്സിൽ. ഇതെന്ന് പറയുന്ന അത് വൈറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇത് ബേസ് മോഡലല്ല, ആക്ച്വലി ഇതൊരു മിഡ് വേരിയൻ്റ് ആണ്. അതെ, 3ാമത്തെ വേരിയൻ്റ് ആണ്. ഇതിൽ ലൈറ്റിങ്ങിലും ഗ്രില്ലിലൊക്കെ കുറച്ച് നല്ല വ്യത്യാസം വരും. ഇത് സ്റ്റീൽ സിൽവർ ആണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. അല്ല, ഇത് ആക്ച്വലി പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് ആണ്. പെട്രോളിൻ്റെ ടെക്ലൈനില്ല, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ടോപ്പ് എൻഡ് ആയിട്ട് വരും. ഇത് ലുക്ക് ലൈക്ക് സെയിം GT തന്നെയാണ്. കുറച്ച് മൈന്യൂട്ട് ഡിഫറൻസ്. നമുക്ക് അതിൽ ക്രിസ്റ്റൽ കട്ട് അലോയ്സ് വരും, ഇതിൽ ഹൈപ്പർ മെറ്റാലിക് അലോയ്സ് ആവും. വീൽ ബേസ് ഒക്കെ സെയിം ആണ്. അതിൽ നമുക്ക് ഫുള്ളി റെഡ് ലൈൻ വരും GTയുടെ, ഇതിൽ സിൽവർ ലൈൻ വരും. അതെ അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്രോൾ ടോപ്പ് എൻഡ് വരുമ്പം 16 lakhs ആവുന്നുള്ളൂ ഓൺ റോഡ്. 21 വരും. ലുക്ക് ലൈക്ക് സെയിം ആണ്. പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് HTX എന്ന് പറയുന്ന ഒരു വേരിയന്റിലാണ് ഇത് വരുന്നത്. ഇതിൽ നമുക്ക് ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം അവൈലബിൾ അല്ല, വയർലെസ് ചാർജിങ്ങും വെന്റിലേറ്റഡ് AC സീറ്റ്സും അവൈലബിൾ അല്ല, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും അവൈലബിൾ അല്ല. ബട്ട് ലുക്ക് ലൈക്ക് സെയിം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഇല്ല, ലക്ഷറിയിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഇന്റീരിയറിലൊക്കെ കുറച്ച് കളറിലൊക്കെ കുറച്ച് ഡിഫറൻസ് വന്നു. ഒരു 5 lakhs വരും. അത് മെയിൻലി എൻജിൻ്റെ പ്രൈസിങ് ആണ് മാറുന്നത്. പിന്നെ തീർച്ചയായും പോലെ വ്യത്യാസം. അതെ അതെ, ശരിക്കും കാര്യം പറഞ്ഞാൽ GT ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഡ്രൈവിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബെൻസ്, BMW അങ്ങനെയുള്ള വലിയ വലിയ പ്രീമിയം വണ്ടികളിൽ കിട്ടുന്നതും അതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വണ്ടികളിൽ നമ്മൾ കുറച്ച് നാളായിരുന്നു ഫോട്ടോ ബ്ലോഗിങ് ചെയ്യുന്ന, എങ്കിലും നമ്മൾ റിവ്യൂ ചെയ്ത് വെച്ചാൽ ഏറ്റവും ടെക്നിക്കലായിട്ടും ആ ഒരു പ്രീമിയം ആ സെഗ്മെൻറ്റിൽ പറ്റുന്ന ആ ഒരു സെൽട്ടോസ് എന്ന് പറയുന്ന ശരിക്കും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് തോന്നിപ്പിച്ചത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരെയാണ്. അടുത്ത ദിവസം വരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ ലെമോസിൻ്റെ ആണ്. ലെമോസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാർണിവൽ ലെമോസിൻ, കിയയുടെ ആ ഒരു ബ്രാൻഡ് നെയിമാണ് ലെമോസിൻ. അപ്പോൾ ലെമോസിൻ എന്ന് പറയുന്ന വണ്ടിയുടെ വിശേഷങ്ങളാണ്, കാർണിവലിൻ്റെ വിശേഷങ്ങളാണ് തൊട്ടടുത്ത എപ്പിസോഡിൽ വരാൻ പോണത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നൗഫൽ ഏകദേശം ഒരുവിധമുള്ള ഒരു 90% കാര്യങ്ങളെല്ലാം, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തൊട്ടടുത്ത ദിവസം കാർണിവലിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വരാം. അപ്പം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.